സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ സമരം ചെയ്തുകൊണ്ടും നമുക്കിവിടെ ഫ്ലൈ ഓവർ വേണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ 24 അവേഴ്സിന്റെ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ ഓർഗനൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഓർഗനൈസ് ചെയ്ത ഇതിന്റെ നേതൃത്വം വഹിച്ചിട്ടുള്ള എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ബിക്കോസ് നമ്മൾ വിവിധ പാർട്ടി ആയിട്ടുണ്ടാവും. ഏത് രാഷ്ട്രീയമെല്ലാം മതമെല്ലാം ജാതി അല്ല നമ്മൾ ഇവിടെ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പാർട്ടി മാത്രം ഡിഫറെന്റ് ആയിട്ടുണ്ടാവും, ബട്ട് നമ്മളെ എയിം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ ഇന്ന് ഇപ്പൊ ജസ്റ്റ് ഞാൻ അവിടെ ചെറുവത്തൂർ ഒരു അണ്ടർപാസിന്റെ 3x2 അണ്ടർപാസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ 1 month ബാക്ക് ആണ് ഇലക്ഷൻ ആയിട്ട് പറഞ്ഞു ഇവിടെ നിങ്ങൾ വരണം, ഇവിടെ ഒരു സമരം നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും. ബിക്കോസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ട് ഞാൻ എപ്പോഴും 24/7 അവരെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. അത് നമ്മളെ കൊണ്ട് വർക്ക് എടുക്കുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കും എന്നാണ് ഞാൻ ഉറപ്പ് നൽകുന്നത്. ഇപ്പോ നേരത്തെ MP സംസാരിച്ചു, എന്നോട് പറഞ്ഞു നമ്മൾ ഗഡ്കരിജിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ട്, നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 1 year ബാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു റെസ്പോണ്ട് നമുക്ക് വന്നിട്ടില്ല എന്ന്. പക്ഷെ അത് പല കാരണങ്ങളുണ്ടാവും. നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ ഒരു ഫോളോ അപ്പ് രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവും. അപ്പൊ അത് എന്താണ് ഇഷ്യൂസ് ഞാൻ അറിഞ്ഞിട്ടുകൊണ്ട് നിങ്ങൾ ഈ ലെറ്റേഴ്സ് എല്ലാം എനിക്ക് തന്നു കഴിഞ്ഞെങ്കിൽ വീണ്ടും ഒരു ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും ഗഡ്കരിജിനെ കോൺടാക്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ലെറ്റർ കൊടുത്തിട്ടായിട്ട് നമുക്ക് ഇത് തീർച്ചയായിട്ടും ഇവിടെ ഈ നീലേശ്വരം 2 ഭാഗം ആവാണ്ട് നമുക്ക് ഇവിടെ ഫ്ലൈ ഓവർ വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ടാവും. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പഴയ ഓൾഡ് ബ്രിഡ്ജ് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതാണ്, ന്യൂ ബ്രിഡ്ജ് ആക്കി മാറ്റണം. ബിക്കോസ് ഒരു റോഡ് വരുമ്പോ പഴയ ബ്രിഡ്ജ് വെച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് സേഫ്റ്റി ഫോർ ദ പീപ്പിൾ. അപ്പൊ അത് നമ്മൾ അതിന്റെ കൂടെ റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. മൂന്നാമത്തത് ന്യൂ എക്സിറ്റ് ആൻഡ് എൻട്രി ഹൈവേയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഹയർ അതോറിറ്റി സംസാരിച്ചുകൊണ്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഹൈവേക്ക് പുതിയതായിട്ടുള്ള കണക്ഷൻ ആവുന്ന രീതിയിൽ ഹൈവേ എക്സിറ്റ് ആൻഡ് എൻട്രി കൊടുക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ലെറ്റർ കൂടി കൊടുക്കാം. പിന്നൊന്ന് പറഞ്ഞത് ഫുട് ഓവർ ബ്രിഡ്ജ് ആണ്. തീർച്ചയായിട്ടും ഫുട് ഓവർ ബ്രിഡ്ജിൽ ഞാൻ ഉറപ്പ് തരാം, ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടാവും. ബിക്കോസ് ഫുട് ഓവർ ബ്രിഡ്ജിന്റെ കാര്യങ്ങൾ നമുക്ക് അവരോട് സംസാരിച്ചിട്ട് പീഡിനോട് സംസാരിച്ചിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റും. ബിക്കോസ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഞാൻ 11 ഫുട് ഓവർ ബ്രിഡ്ജാണ് സാങ്ഷൻ ആക്കി തന്നിട്ടുള്ളത് സംസാരിച്ചിട്ടായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഫുട് ഓവർ ബ്രിഡ്ജ് കാര്യത്തിൽ ഞാൻ തന്നെ ഉറപ്പ് തരാൻ പറ്റും. ആ ഫുട് ഓവർ ബ്രിഡ്ജ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ആക്കിയിട്ട് കൊടുക്കാം. അപ്പൊ ഈ 4 കാര്യം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ നാളെ തന്നെ എനിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓൾഡ് പേപ്പേഴ്സ് എനിക്ക് സബ്മിറ്റ് ആക്കിയിട്ട് കഴിഞ്ഞെങ്കിൽ നാളെ തന്നെ ആ വർക്ക് ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് എത്രയോ പെട്ടെന്ന് ഇതൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ഓർഡേഴ്സ് പേപ്പറുകൾ ഗഡ്കരിജിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിട്ടായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ കൂടെ നിൽക്കുന്നു എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ശ്രീമതി അശ്വിനി മേഡം നമ്മുടെ ഈ 4 കാര്യങ്ങളിലും സജീവമായിട്ട് ഇടപെടുകയും അതിൽ തീരുമാനമാക്കി തരാമെന്നുള്ള ഉറപ്പ് ഈ സമരവേദിയിൽ വന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ്. സമരസമിതിക്ക് വേണ്ടി അവരോടുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നമ്മൾ 2 വർഷം മുമ്പ് ഗഡ്കരിജിക്ക് കൊടുത്ത നിവേദനം മുതൽ ഏറ്റവും അവസാനം അഡ്വക്കേറ്റ് കമ്മിറ്റി കൊടുത്ത നിവേദനങ്ങൾ ഉൾപ്പെടെ നാളെ തന്നെ അവരുടെ ഓഫീസിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് സജീവമായ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ പൂവണിയുന്ന തരത്തിൽ, പൂർത്തീകരിക്കാൻ കഴിയുന്ന തരത്തിൽ നീലേശ്വരത്തിന്റെ ഈ ജനകീയ ആവശ്യത്തിന് ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞ ശ്രീമതി അശ്വിനി മേഡത്തിന് ഒരിക്കൽ കൂടി സമരസമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇവിടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സമരവേദിയിലേക്ക് അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സമരത്തെ